ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു താതനായി. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു താതനായി. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ നോമ്പിൻ്റെ 6ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 6ാമത്തെ ആഴ്ചയിലേക്ക്, ഓശാന ഞായറാഴ്ചയ്ക്ക് അഥവാ കഷ്ടാനുഭാഴ്ചയ്ക്ക് മുൻപുള്ള ഞായറാഴ്ച നാം എത്തി നിൽക്കുന്നു. തുടർന്ന് നാം കർത്താവിൻ്റെ കഷ്ടാനുഭാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പരിശുദ്ധ നോമ്പ് ഒരാഴ്ചക്കാലം കൂടെ, അത് കഷ്ടാനുഭാഴ്ചയാണ്. തീർച്ചയായും ഈ 40 ദിവസം നമ്മൾ പിന്നിടുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? കർത്താവ് പഠിപ്പിച്ച നോമ്പ് നമ്മുടെ ജീവിതത്തിൽ നോറ്റ് നല്ല മൂല്യങ്ങളെ സമൂഹത്തിന് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ശ്രേഷ്ഠതയോടെ നോമ്പ് നോറ്റ് നമ്മുടെ പാപങ്ങളെ ഒന്ന് കഴുകിക്കളഞ്ഞ് ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ ജീവനും ചൈതന്യവും ഉള്ള, തേജസ്സും ഓജസ്സുമുള്ള നല്ല വ്യക്തിത്വങ്ങളായി മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ ഈ നോമ്പ് മുഖാന്തരം നമുക്ക് സാധിക്കുമോ? സാധിക്കട്ടെ, സർവശക്തി നമ്മെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഈ 36ാം ഞായറാഴ്ച ഏവങ്കേലിയോൻ ഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള വേദഭാഗങ്ങളാണ്. ആരാധനാ വർഷത്തിലെ ഏറ്റവും ദീർഘമായ വായനാ ഭാഗമാണ് ഇത്. സാവധാനം കാഴ്ചയുടെ വിവിധ പടികൾ കയറി ഉൾക്കാഴ്ചയുള്ളവനായി തീരുന്ന പിറവിക്കുരുടനെ ഈ ഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ വളരെ തന്മയത്വമായി നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടുന്ന, ചിന്തിപ്പിക്കുന്ന ചിന്തോദീപങ്ങളായ ഒരു സംഭവ വികാസം എത്ര ഭംഗിയായിട്ടാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ആഴത്തിൽ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9:15 ആ മനുഷ്യൻ അന്ധനായിരുന്നുവെന്നും
പിന്നീട് സൗഖ്യമാക്കപ്പെട്ടവനെന്നും സംബന്ധിച്ച പരീശന്മാര് 9:18 വരുമ്പോഴേക്ക് ഇത് നിഷേധിക്കുകയാണ്. ന്യായപ്രമാണവും പ്രവാചകന്മാരുടെ സന്ദേശവും കൈമുതലായിട്ടുള്ളവർക്ക് ആത്മീയമായ തിമിരം പിടിവിടുന്നതായിട്ടും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ പിറവിക്കുരുടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരേണ്ട ചില കാര്യങ്ങളെ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ചിന്തിക്കുമ്പോൾ പിറവിയിലെ അവൻ കുരുടനായിരുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9 അധ്യായം വായിക്കുമ്പോൾ അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. നോക്കുക, യേശു തമ്പുരാൻ കടന്നു പോവുകയാണ്. ആ കടന്നു പോകുമ്പോൾ പിറവിക്കുരുടനെ കണ്ടിട്ട് കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നവർ, ശിഷ്യന്മാർ, കർത്താവിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു? അപ്പോൾ എൻ്റെ ഒരു ചിന്ത സത്യത്തിൽ ഈ ശിഷ്യന്മാരിൽ ഇച്ചിരി അഹങ്കാരം ഉണ്ടായിരുന്നു എന്നോ ഞാൻ സംശയിക്കുന്നത്. കാരണം തങ്ങൾ ഗുരുവിൻ്റെ കൂടെയാണ്, ഞങ്ങൾക്ക് കുറവുകളൊന്നുമില്ല, വൈകല്യങ്ങളൊന്നുമില്ല എന്നുള്ളൊരു ചിന്ത മറ്റുള്ളവരെ കൊച്ചാക്കുന്ന രീതിയിലുള്ള ഒരു സംസാര രീതി, ചിലപ്പോൾ എന്തു ഭാവമാണ്, എന്തു മനോഭാവമാണ് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ കർത്താവ് അവന് മറുപടി കൊടുക്കുന്നത്, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടുവാനത്രേ. സത്യത്തിൽ ഈ ഒരു മറുപടിയാണോ ശിഷ്യന്മാർ ആഗ്രഹിച്ചത്? ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അവർ കർത്താവ് ഇങ്ങനെ കടന്നു പോകുന്നു, കൂടെ കർത്താവിൻ്റെ കൂടെ അവരും നടന്നു പോകുമ്പോൾ പിറവിക്കുരുടനെ കാണുന്നു. തന്നേക്കാൾ മോശമായ ഒരുവനെ കാണുമ്പോൾ അവനെ ഒന്ന് അപഹസിക്കുവാൻ കിട്ടുന്ന അവസരം, തനി നാടൻ മനുഷ്യൻ്റെ അവസ്ഥ. ഇല്ലെങ്കിൽ ആത്മീയമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ പിശാചിൻ്റെ ചില തന്ത്രങ്ങൾ മനുഷ്യനിലൂടെ കടന്ന് പ്രവർത്തിക്കുക. അപ്പം അവിടെ കർത്താവ് പക്ഷേ അത് മനസ്സിലാക്കിയിട്ടാണോ മനസ്സിലാക്കാതെയാണോ ഉള്ള സത്യം പറഞ്ഞു, അവനോ അവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി അവങ്കൽ വെളിപ്പെടുവാനത്രേ എന്ന് പറയുക. അപ്പം അതുകൊണ്ട് ആ മനുഷ്യനിലേക്ക് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ ശിഷ്യന്മാരോ ബന്ധുജനങ്ങളോ രോഗിയോ ആവശ്യപ്പെടാതെ ദൈവം ക്രിസ്തു ഇവിടെ അവന് സൗഖ്യം നൽകുകയാണ്. മറ്റൊരു വ്യത്യാസം ഈ രോഗിയെ സൗഖ്യമാക്കുന്ന രീതിയാണ്. അവിടെ എന്താ കാണുന്നത്? വാക്കുകൾ കൊണ്ടോ സ്പർശനം കൊണ്ടോ സൗഖ്യം നൽകിയ കർത്താവ് ഇവിടെ ചില കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാം. അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേറ് അവൻ്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹാങ്കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി കഴുകി കാണുന്നവനായി മടങ്ങി വന്നു. ഇത്ര വൈകാരികമായ ഒരു സംഭവം അവിടെ നടക്കുന്നത്. ഞാനിപ്പോഴും ചിന്തിക്കുന്നത് ശിഷ്യന്മാർ അവനെ കളിയാക്കാൻ വേണ്ടി, ഇല്ലേ കർത്താവിന് മുമ്പിൽ ഇച്ചിരി ആളാകാൻ വേണ്ടി ആയിരിക്കാം ഈ ചോദ്യം ചോദിച്ചത്. പക്ഷേ കർത്താവ് അതിന് വ്യക്തമായിട്ട് മറുപടി കൊടുക്കുക മാത്രമല്ല, അവിടെ കുനിഞ്ഞ് നിലത്ത് തുപ്പി ആ ചേറുണ്ടാക്കി അതവൻ്റെ കണ്ണിൽ പുരട്ടി അവനോട് പറയുകയാണ്, ശീലോഹാങ്കുളത്തിൽ പോയി കഴുകുക. അവൻ കഴുകി. അവൻ മറുത്തൊന്നും പറഞ്ഞില്ല. എന്താ സംഭവിക്കുന്നത് പോലും അവന് ബോധ്യമില്ലായിരുന്നു. യേശുവിൻ്റെ വാക്ക് അവൻ കേട്ട് അനുസരിച്ചു എന്നുള്ളതാ. അതുകൊണ്ട് അവൻ ശീലോഹാങ്കുളത്തിൽ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. ആദിയിൽ
തൻ്റെ നിത്യസ്നേഹത്തിൻ്റെ പ്രതീകമായി ഭൂമിയിലെ മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കിയ ദൈവം കാലത്തികവിൽ മനുഷ്യൻ്റെ ആവശ്യമോ നിർബന്ധമോ പ്രേരണയോ കൂടാതെ സ്വന്തം സ്നേഹത്താൽ സ്വന്തം കാരുണ്യത്താൽ തൻ്റെ സൃഷ്ടിയുടെ കുറവ് തീർക്കുന്ന ദൈവത്തെ നമ്മൾ കാണുകയാണ്. അഥവാ തൻ്റെ സൃഷ്ടിയെ പുതുക്കിപ്പണിയുന്ന ദൈവം, സൃഷ്ടിയുടെ കുറവ് തീർത്ത് അവനെ പുതുക്കിപ്പണിയുന്ന ഒരു ദൈവം. നീ പുതുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ സഭയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നിന്നെ കൈകളിലേക്ക് ഏന്തി നിന്നെ വിശ്വാസവും അനുഷ്ഠാനങ്ങളും പഠിപ്പിച്ച് നീ ക്രിസ്തുവിലായിത്തീർന്നുവെങ്കിൽ നീ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ചില ജീർണതകൾ നിന്നെ പിടിച്ചിട്ടുണ്ട്. ആ ജീർണതകളിൽ നിന്ന് നീ വിമുക്തനാകുവാൻ ആഗ്രഹിക്കുന്നുവോ? നിന്റെ കുറവുകളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ്, നിന്നെ പുതുക്കിപ്പണിയുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ് നിനക്കുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുവോ? ഞാൻ കൂടുതലേക്ക് വിശദീകരിക്കുന്നില്ല. രണ്ടാമതായിട്ട്, കാഴ്ച ലഭിച്ചവന്റെ ദൈവീക അനുഭവം അത് പടിപടിയായി ഉയരുന്നതായിട്ട് ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാഴ്ച ലഭിച്ചവന്റെ ദൈവീക അനുഭവം പടിപടിയായി ഉയരുന്നു. നീ ക്രിസ്തുവിലായിട്ട് നിനക്ക് പടിപടിയായി ഉയരുവാൻ സാധിച്ചിട്ടുണ്ടോ? നിന്റെ ആത്മീയ ജീവിതത്തിൽ നിനക്ക് ഉയരുവാൻ സാധിച്ചിട്ടുണ്ടോ? സ്വയപരിശോധന നടത്തേണ്ട സമയമാണ്. കാഴ്ചപ്പാട്, അവൻ്റെ കാഴ്ചയുള്ളവനെ കാഴ്ചപ്പാടുള്ളൂ. അവൻ്റെ കാഴ്ചപ്പാട് നേരെയായി ദൈവീക അനുഭവം ക്രമമായി വർദ്ധിക്കുന്നു. അവൻ്റെ അന്തർനേത്രം തുറന്നു. അവൻ്റെ സാക്ഷ്യം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9:11 യേശു എന്ന് പേരുള്ള മനുഷ്യനാണ് സൗഖ്യം തന്നതെന്ന് അവൻ പറയുകയാണ്. നോക്കിക്കേ, അവൻ്റെ സാക്ഷ്യം ഒന്ന് നോക്കിക്കേ. ഒന്നാമത് അവൻ പറയുന്നത് യേശു എന്ന പേരുള്ള മനുഷ്യനാണ് എനിക്ക് സൗഖ്യം തന്നത്. വീണ്ടും പരീശന്മാരുടെ ചോദ്യവും വിശകലനവും അവനെ ശ്വാസം മുട്ടിക്കുക. അപ്പോ അവൻ വീണ്ടും പറയുകയാണ്, അവനൊരു പ്രവാചകനാണ്. കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യൻ്റെ ആ ദൈവീക അനുഭവം, അപ്പോൾ അത് എത്ര ശ്രേഷ്ഠതരമാണ്. യേശു എന്ന് പേരുള്ളവനാണ് എനിക്ക് സൗഖ്യം തന്നത്. പിന്നെയും പരീശന്മാർ അവനെ നിർത്തിപ്പൊരിക്കുമ്പോൾ അവൻ പറയുകയാണ്, അവനൊരു പ്രവാചകനാണ്. അവൻ്റെ ചിന്താഗതി ഉയർന്നു. അവൻ ദൈവതലത്തിലേക്ക് അവൻ്റെ മനസ്സുയർത്തി അവന്. പിന്നെ വീണ്ടും അതിനെക്കുറിച്ച് ഇന്നത്തെ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ചർച്ചകളും അന്തിച്ചർച്ചകളും. ഇന്നാണെങ്കിൽ അതിലൊക്കെ നടന്നേനെ അല്ലേ. ഒരുത്തന് സൗഖ്യം ലഭിച്ചപ്പോൾ ചർച്ചകൾ നടന്നു, വിശകലനങ്ങൾ നടന്നു. ഒരുപാട് അവൻ്റെ കുടുംബത്തെ പോലും വലിച്ചിഴച്ചു കൊണ്ടുവന്നു. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്. ആ ഭാഗം വിശദമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. അവൻ പറയുകയാണ്, ദൈവത്തിൽ നിന്നുള്ളവനാണ് എന്ന് സാക്ഷിക്കുന്നു. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്. അവൻ്റെ ആ ആത്മീയ തലം ഒന്ന് പറയുന്നു, യേശു എന്ന പേരുള്ള മനുഷ്യനാണെന്ന് പറയുന്നു. 2, പ്രവാചകനാണെന്ന് പറയുന്നു. 3, അവൻ ദൈവത്തിൽ നിന്നുള്ളവൻ ആണ് എന്ന് സാക്ഷിക്കുന്നു. അവിടെയും കൊണ്ടും തീരുകയല്ല. അവസാനം അവൻ പറയുകയാണ്, അവൻ്റെ അന്തർനേത്രം തുറന്നു. അവൻ വീണ്ടും പടിപടിയായി ഉയർന്നു. അവൻ പറയുകയാണ്, ദൈവപുത്രൻ, പിന്നെയോ കർത്താവ് എന്ന നിലകളിലേക്ക് അവൻ വളർന്നു എന്നോ. ഒന്ന് നമ്മുടെ ജീവിതമായി ഒന്ന് താരതമ്യപ്പെടുത്തേണ്ടതാണ്. നമ്മൾ എത്രയെത്ര പ്രസംഗങ്ങൾ കേട്ടു, എത്രയെത്ര ആരാധനകൾ നമ്മൾ സംബന്ധിച്ചു. ഇതുപോലെ ഒരു സാക്ഷ്യത്തിനായിട്ട് നിൽക്കുവാൻ നിനക്ക് പറ്റുമോ? എനിക്ക് പറ്റുമോ? ഞാൻ പ്രസംഗിക്കുന്നു, വിശുദ്ധ ബലിയർപ്പിക്കുന്നു, അനേകർക്ക് മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ദൈവത്തെ സാക്ഷിക്കുവാൻ, മനുഷ്യനാണ്, പ്രവാചകനാണ്, ദൈവത്തിൽ നിന്നുള്ളവനാണ്, അവൻ ദൈവപുത്രനാണ്, അവൻ കർത്താവാണ്. ആ ഒരു കാഴ്ചപ്പാട്,
കാഴ്ചയുള്ളവനെ കാഴ്ചപ്പാടുള്ളൂ. കർത്താവ് നേരെയാക്കി. അവൻ്റെ കാഴ്ചപ്പാടിനെ കർത്താവ് നേരെയാക്കി. നോമ്പിൻ്റെ അവസാനത്തിൽ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ പരിഹരിച്ച് സൃഷ്ടാവിനെ മുഖാമുഖം കാണുന്നതിനുള്ള ഒരു ഉൾക്കാഴ്ചയാണ് ലഭിക്കുന്നത്. പുതിയ സൃഷ്ടിയായി സൃഷ്ടാവിനെ കൂടുതൽ അറിയുന്നതിലൂടെ, കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിലൂടെ, പുനരുദ്ധാനത്തിലൂടെ സജീവമായ പങ്കാളികളായിത്തീരുവാൻ എനിക്കും നിങ്ങൾക്കും ഈ നോമ്പിൻ്റെ അവസാനത്തിൽ സാധിക്കണം. ഞാൻ സൂചിപ്പിച്ചത് സൃഷ്ടിയുടെ കുറവ് തീർക്കുന്ന കർത്താവിനെ, രണ്ടാമത് പറഞ്ഞത് കാഴ്ച ലഭിച്ചവൻ്റെ ദൈവീക അനുഭവത്തെക്കുറിച്ച്, മൂന്നാമത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ആന്തരിക കണ്ണുകളെ തുറക്കണം, അഥവാ നമ്മൾക്ക് ഉൾക്കാഴ്ചയുള്ളവരായിട്ട് മാറണം. ശീലോഹാം കുളത്തിൽ പോയി കഴുകുവാനുള്ള ആഹ്വാനം ശ്രദ്ധേയമാണ്. ശീലോഹാം എന്ന പദത്തിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. ദൈവത്താൽ അയക്കപ്പെട്ടവൻ ക്രിസ്തുവാണ്. ക്രിസ്തുവിലൂടെയാണ് ഒരുവൻ പ്രകാശം കാണുന്നത്, അഥവാ ഉൾക്കാഴ്ച ലഭിക്കും. കാഴ്ചയുടെ വിവിധ തലങ്ങൾ കടന്ന് അന്തർനേത്രം തുറന്ന് യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ഒരു സമൂഹമാണ് സഭ എന്നുള്ളത്. കഷ്ടതയിലും പരാജയത്തിലും മറഞ്ഞിരിക്കുന്ന വിശ്വാസ കണ്ണിന് മാത്രമേ ഇപ്രകാരം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണുവാനുള്ള ഉൾക്കാഴ്ച ലഭിക്കുകയുള്ളൂ. ഈ പിറവിക്കുരുടൻ മത നേതാക്കന്മാരോട് പറയുന്ന ഒരു വാക്യമുണ്ട്. ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു. ഈ അറിവാണ് ഏറ്റവും വലിയ ഉൾക്കാഴ്ച. നമ്മൾ ആരാണെന്നും എന്താണെന്നും എങ്ങനെ ആയിരിക്കണമെന്നും നിനക്ക് സ്വയം ഒരു ബോധ്യമുണ്ടാവണം. വീണ്ടും നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് പരീശന്മാരുടെ ആത്മീയ അന്ധതയെക്കുറിച്ചാണ്. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, ഈ മനുഷ്യൻ പാപിയാണ്, ഈ മനുഷ്യൻ എവിടെ നിന്നുള്ളവനെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഏതാ മതപണ്ഡിതന്മാർ, ന്യായപ്രമാണത്തെ അരച്ചിറക്കി കുടിച്ചിട്ടുള്ളവർ പറയുകയാണ് ക്രിസ്തുവിനെ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് പറയുന്നു. മനുഷ്യൻ പാപിയാണെന്ന് സാക്ഷിക്കുന്നു, എവിടെ നിന്നുള്ളവരെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് മതപണ്ഡിതന്മാർ, ആത്മീയ അന്ധത വാദിച്ച മതപണ്ഡിതന്മാരുടെ ലോകം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. 3 കാര്യങ്ങൾ പറഞ്ഞു. 1, സൃഷ്ടിയുടെ കുറവ് തീർക്കുന്ന കർത്താവ്. 2, ദൈവീക അനുഭവത്തിലൂടെ അനുക്രമം വളരുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. 3, ആന്തരിക കണ്ണുകളെ തുറന്ന്, അഥവാ ഉൾക്കാഴ്ചയുള്ളവരായി തീരുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ നോമ്പിലൂടെ നാം കടന്നു വന്നു. കർത്താവിൻ്റെ കഷ്ടാനുഭാഴ്ചയിലൂടെ ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല സാക്ഷ്യമുള്ളവരായി തീരുവാൻ പരിശുദ്ധ റൂഹ എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം നിറഞ്ഞവരായി, ദൈവമഹത്വത്തിൽ ശ്രേഷ്ഠത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരായി ജീവിപ്പാൻ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.